ഹലോ, ഡെയിലി ഡോസ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു കളർഫുൾ ഓണ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓണത്തിന്റെ ട്രഡീഷണൽ വിഭവമല്ല, എന്നാലും നമ്മുടെ ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് അല്ലെ ക്യാബേജ് തോരൻ. ഇപ്രാവശ്യം വെള്ള ക്യാബേജ് എടുക്കാതെ നമുക്ക് പർപ്പിൾ ക്യാബേജ് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ. അപ്പൊ നമ്മുടെ പർപ്പിൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട് പർപ്പിൾ കളറുള്ള ക്യാബേജാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ട്. നമ്മൾ നോർമൽ ക്യാബേജ് തോരന് വേണ്ടി അരിയുന്നത് പോലെ തന്നെ ഇത് നമുക്ക് ചിക്കി അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ചോപ്പർ വെച്ച് അരിഞ്ഞെടുത്താലും മതി. ഇനി തോരന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് തേങ്ങ ചിരകിയത് എടുത്തിരിക്കുന്നത്. 5 വെളുത്തുള്ളിയും 1 പച്ചമുളകും 1 ചെറിയ ഉള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരന്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഈ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവില് ജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈവച്ച് തന്നെ ഒന്ന് അമർത്തി മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് മിക്സ് ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഒരു പൾസ് അടിച്ചെടുത്താൽ മതി. അപ്പൊ അതാ നമ്മുടെ തോരന്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കൊച്ചുള്ളിയോ അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതോ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളക് മുറിച്ച് ചേർക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മളൊരു കടുക് താളിക്കുന്ന പരുവത്തിനാണ് എടുക്കുന്നത്. ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ കടുക് താളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വഴണ്ടി വരാനായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തോരൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഉള്ളി ഒരുപാട് അങ്ങ് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല. ഒരു പിങ്ക് ഷെയ്ഡിൽ കിട്ടിയാൽ മതി. അപ്പൊ ദാ ഉള്ളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ക്യാബേജിന്റെ കളർ ഒരു അടിപൊളി കളറല്ലേ, നല്ലൊരു പർപ്പിൾ കളറാണ്. പക്ഷെ നമ്മൾ ഇത് തോരൻ വെച്ച് വരുമ്പോഴത്തേക്ക് ഇതിന്റെ കളർ ഒത്തിരി ഒന്ന് ഡിം ആവും. അപ്പൊ ഇതാ നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിന്റെ അളവ് നിങ്ങൾ നോക്കി തന്നെ ചേർക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു മൂടി വെച്ച് അടച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഈ ക്യാബേജ് ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാബേജ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തോരന്റെ മിക്സ് ചേർക്കണം. അപ്പം മൂടിയൊന്ന് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ തോരന്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തോരന്റെ അരപ്പ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇത് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ തേങ്ങയുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിത് മൂടി തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 1-2 മിനിറ്റ് നമുക്കിത് തുറന്ന് വെച്ച് മൂപ്പിച്ചെടുക്കണം. ഒരു നല്ലൊരു മണം വരും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക്. അതാണ് നമ്മുടെ തോരൻ റെഡി ആയെന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ ഫ്ലെയിം എല്ലാം ലോ ടു മീഡിയമിലോട്ടായിരുന്നു വെച്ചിരുന്നത് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ മീഡിയം ടു ഹൈയിലോട്ട്, ഒരുപാട് കൂടുതൽ വേണ്ട, എന്നാൽ മീഡിയത്തിൽ നിന്ന് അല്പം ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. ഈ പർപ്പിൾ ക്യാബേജ് പൊതുവെ സലാഡ് ഉണ്ടാക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് കഴുകി റോ ആയിട്ട് കഴിക്കാവുന്നതാണ്. ഒരു കളർഫുൾ ആയിട്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പർപ്പിൾ ക്യാബേജിൻ്റെ തോരൻ വെച്ചത്.
അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പർപ്പിൾ കളറിൽ തോരൻ, നല്ല ക്യാബേജ് തോരനാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഓണത്തിന് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്രാവശ്യം സദ്യക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ തൊടുകറികൾ ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ വളരെ കളർഫുൾ ആയിട്ടുള്ള പിങ്ക് കളറിൽ നമ്മുടെ ബീട്രൂട്ട് പായസവും പർപ്പിൾ കളറിൽ നമ്മുടെ ക്യാബേജ് തോരനും ഒക്കെ ആയിട്ട് ഒരു കളർഫുൾ ഓണം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ ഒരു നല്ല ഓണം ആശംസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.